ഹബീബായ റസൂൽ പറഞ്ഞു, ഒരിക്കലുമില്ല സഹാബ, കാര്യം അങ്ങനെയല്ല സഹാബ. ഏതെങ്കിലും ഒരു വ്യക്തി ജനിച്ചത് കൊണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടത് കൊണ്ടോ ഇപ്രകാരം നക്ഷത്രം എറിയപ്പെട്ടതായി നിങ്ങൾ കാണുന്നതല്ല സ്വഹാബ. എന്നിട്ട് ഹബീബായ റസൂല് പറയുന്നു, സഹാബ, ഇങ്ങനെ നക്ഷത്രം എറിയപ്പെട്ടതായി നിങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹു തആല അവന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിലെ മനുഷ്യരുടെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയാ. പാപ്പാങ്കുളങ്ങര മഹല്ലില് ഇന്ന ഹാജിയാരുടെ രണ്ടാമത്തെ മകൻ, അവന്റെ ആദ്യത്തെ വിവാഹം 6 മാസത്തിലധികം നീണ്ടുപോവില്ല, അത് ത്വലാഖിലായി പോകുന്നതാ. അവൻ വീണ്ടും ഒരു കല്യാണം കഴിക്കും, അതിലവന്റെ ജീവിതം കൃത്യമാകുന്നതാ. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഭൂമി ലോകത്തുള്ള ഏതെങ്കിലും ചില ആളുകളുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ള പടച്ചവന്റെ തീരുമാനം, അവന്റെ വിധികള് അല്ലാഹു തആല അവന്റെ അർശിലിരുന്ന് പ്രഖ്യാപിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുകയാ. അല്ലാഹുവിന്റെ ഈ തീരുമാനം അറിയുമ്പോൾ അല്ലാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ ഉറക്ക തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകളെ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടിട്ട് അതിന് തൊട്ട് താഴെയുള്ള മലക്കുകളും തസ്ബീഹ് ചൊല്ലും. ഇത് കേട്ടിട്ട് അടുത്ത മലക്കുകളും ചൊല്ലും, ഇത് കേട്ടിട്ട് അടുത്ത മലക്കുകളും ചൊല്ലും. അങ്ങനെ ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും തസ്ബീഹ് ചൊല്ലുന്നതാ. ഈ തസ്ബീഹിന്റെ ശബ്ദം കേട്ടിട്ട് ആകാശത്തും ഭൂമിയിലുമുള്ള മുഴുവൻ മലക്കുകളും ഇങ്ങനെ ഉറക്ക തസ്ബീഹ് മുഴക്കാൻ തുടങ്ങുകയാ. ഇങ്ങനെ തസ്ബീഹ് മുഴക്കി അവസാനത്തെ മലക്കാകുമ്പോൾ ഈ മലക്ക് തന്റെ മുകളിലുള്ള മലക്കുകളോട് ചോദിക്കും, തസ്ബീഹ് ചൊല്ലാൻ കാരണമെന്താ? അവര് പറയും, മുകളിലുള്ളവര് ചൊല്ലിയത് കൊണ്ടാ. അവര് മുകളിലുള്ളവരോട് ചോദിക്കും, നിങ്ങൾ ചൊല്ലിയത് എന്തിനാ? അവർക്ക് മുകളിലുള്ളവരോട് ചോദിക്കുന്നതാ. അങ്ങനെ ഈ ചോദ്യം കടന്ന് അല്ലാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകളിലേക്ക് എത്തുന്നതാ. നിങ്ങൾ തസ്ബീഹ് ചൊല്ലാൻ കാരണമെന്താ? ആ മലക്കുകൾ പറയും, അല്ലാഹു ഭൂമി ലോകത്തുള്ള മനുഷ്യരുടെ കാലത്തിന് ഇന്ന തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാ. ഈ തീരുമാനങ്ങൾ കേട്ടിട്ടാ ഞങ്ങൾ തസ്ബീഹ് ചൊല്ലിയിരിക്കുന്നത്. ആ തീരുമാനങ്ങൾ മലക്കുകൾ പറയുകയാ. അർശ് ചുമക്കുന്ന മലക്കുകൾ ആ കാര്യം തീരുമാനങ്ങൾ പറയുമ്പോ പാപ്പാങ്കുളം മർഹല്ലിലെ ഹാജിയാരുടെ രണ്ടാമത്തെ മകന്റെ ഒന്നാമത്തെ വിവാഹം ത്വലാഖിലാകുന്നതാ. രണ്ടാമത്തെ വിവാഹം കുടുംബജീവിതം ഖൈറിലാകുന്നതാ. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മലക്കുകൾ ചർച്ച ചെയ്യുകയാ. ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും ഇതിങ്ങനെ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അർശിലിരുന്ന് നടത്തുന്ന ചർച്ചകള് ഒളിഞ്ഞു നിന്ന് കേൾക്കാനായി ശൈത്വാന്മാര് വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകൾ പടച്ചവന്റെ തീരുമാനം ചർച്ച ചെയ്യുമ്പോൾ അത് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ, മേഘങ്ങളുടെ ഇടയിൽ മറഞ്ഞു നിന്ന് കേൾക്കാൻ ചില ശൈത്താന്മാര് കടന്നു വരുന്നതാ. ഈ ശൈത്താന്മാര് ഒളിഞ്ഞു നിന്നുകൊണ്ട് മലക്കുകളുടെ ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മലക്കുകള് ഈ ശൈത്താന്മാരെ നക്ഷത്രമെടുത്ത് എറിഞ്ഞോടിക്കുന്നതാണ്, നക്ഷത്രമെറിയപ്പെടുന്നതായി നിങ്ങൾ കാണുന്നതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? അല്ലാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകൾ തസ്ബീഹ് ചൊല്ലും. ഇത് കേട്ടിട്ട് അടുത്ത മലക്കുകൾ സഫ് കെട്ടുന്നത് മുകളിൽ നിന്ന് താഴോട്ടാ. അപ്പൊ താഴത്തെ മലക്കും ചൊല്ലും, അടുത്ത മലക്കും ചൊല്ലും. അങ്ങനെ ചൊല്ലി ഭൂമിയുടെ തൊട്ടു മുകളിലുള്ള ആകാശത്തിലുള്ള മലക്കുകൾ വരെ തസ്ബീഹ് ചൊല്ലും. എന്നിട്ട് അവര് ചോദിക്കും, എന്തിനാ തസ്ബീഹ് ചൊല്ലിയത്? ഈ ചോദ്യം കടന്ന് അർശ് ചുമക്കുന്ന മലക്ക് വരെ എത്തും. അപ്പൊ ആ മലക്ക് പറയും, അല്ലാഹു തആല മനുഷ്യരുടെ കാര്യത്തിൽ ഇന്ന തീരുമാനമെടുത്തു. ഒരു ഉദാഹരണത്തിന് പാപ്പാങ്കുളങ്ങര മഹല്ലില് ഇന്ന ഹാജിയാരുടെ രണ്ടാമത്തെ മകന്റെ വിവാഹ കാര്യം, ആദ്യത്തെ വിവാഹം 6 മാസത്തിൽ കൂടുതൽ പോവില്ല, അതൊഴിയും. പിന്നെ അടുത്ത കല്യാണം അതിലായിരിക്കും റാഹത്താവുന്നത്. ഇതുൾപ്പെടെ പല കാര്യങ്ങളും. അപ്പൊ മലക്കൾ ഇങ്ങനെ അവർക്കിടയിൽ ഇതിങ്ങനെ ചർച്ച ചെയ്യും. ഇത് ചർച്ച ചെയ്യുമ്പോൾ
ശൈത്താന്മാര് വന്ന് മേഘത്തിന്റെ പിന്നാലെ ഒളിഞ്ഞു നിന്ന് കേൾക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മലക്കുകൾ കാണും. മലക്കുകൾ നക്ഷത്രത്തെ എടുത്ത് എറിഞ്ഞോടിക്കും. ഖുർആൻ പറയുന്നുണ്ട് ശിഹാബർ റസദാ, എടുത്ത് എറിഞ്ഞോടിക്കും. കുറച്ച് കേൾക്കുമ്പോ തന്നെ എറിഞ്ഞോടിക്കും. ഈ എടുത്ത് എറിയുന്നതാണ് നക്ഷത്രം എറിയുന്നതായി കാണുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു തരിക, ഈ ഒളിഞ്ഞു നിന്ന് കേട്ട ശൈത്താന്മാരുണ്ടല്ലോ, ഈ ശൈത്താന്മാര് ഈ ദുനിയാവിലെ ഈ ദുർമന്ത്രവാദികളെ, ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ഈ പ്രവചനവും ജ്യോതിഷവും ഒക്കെ നടത്തുന്ന ആളുകളാണ് ഈ ശൈത്താന്മാർ. ഇതൊക്കെ പൈശാചിക സേവയാണ്. അപ്പോഴായിരിക്കും പാപ്പാങ്കുളങ്ങര മഹല്ലില് ആജിയാരുടെ രണ്ടാമത്തെ മകന് ഒരു വിവാഹാലോചന വരുന്നു. അപ്പോ എന്താ നടത്തണോ വേണ്ടയോ ചർച്ചകൾ, കാര്യങ്ങൾ, അതാണ് നടക്കും പറഞ്ഞിട്ടിരിക്കുമ്പോ ആജിയാരുടെ ഭാര്യ പതുക്കെ തീരുമാനിക്കും, മറ്റേ ഉസ്താദ് ഉണ്ടല്ലോ ഒന്ന് പോയി ചോദിച്ചിട്ട് വരാം. നമുക്ക് വിസിറ്റിംഗ് കാർഡും ഒക്കെ അടിച്ചിരിക്കുന്ന ആളുണ്ടല്ലോ. അപ്പൊ പുള്ളിക്കാരന്റെ അടുത്ത് പോവാന്നും പറഞ്ഞ് തീരുമാനിച്ച് ആജിയാരുടെ ഭാര്യ നേരെ അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോ പറയും, ഉസ്താദെ എനിക്ക് മോന്റെ കല്യാണം, ഞാൻ ഇന്ന ആജിയാരെ വീട്ടിൽ നിന്ന് വരാ, രണ്ടാമത്തെ മോനാണ്, പേരിതാണ്, പേര് മാത്രം പോരാ, നാളും നക്ഷത്രവും ഒക്കെ കൊടുക്കണം. ഇതൊക്കെ കൊടുത്ത് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ കളമൊക്കെ വരച്ച് ഇങ്ങനെ കണ്ണുവടച്ചിരിക്കും. ഇതിനാന്നറിയോ? ഒളിച്ചു നിന്ന് കേട്ട ശൈത്താൻ വരണം, ശൈത്താന്റെ കൂട്ടുകാരന്മാരായിരിക്കുന്നതൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ശൈത്താൻ വന്നിട്ട് ഇയാളടുത്ത് പറഞ്ഞു കൊടുക്കും, ഹാജിയാരുടെ രണ്ടാമത്തെ മകന്റെ വിവാഹമല്ലേ, ആദ്യത്തെ വിവാഹം ഒഴിയും, തൊലാക്കാവും, രണ്ടാമത്തെ വിവാഹം ശരിയാവും, ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ വന്നു പറഞ്ഞ ശൈത്താനെക്കാട്ടി വലിയ ശൈത്താന ഇവിടെ കളവും വരച്ചോണ്ടിരിക്കുന്ന ആള്. പുള്ളിക്കാരൻ പതുക്കെ കയ്യിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് ഇടാൻ തുടങ്ങും. അത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരാള് ഇത് പ്രശ്നമാണ്, നിങ്ങളെ കല്യാണം നടത്തുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഈ കല്യാണം നിങ്ങൾ ഒഴിവാക്ക്, ഇത് തൽക്കാലം വേണ്ട എന്നൊക്കെ പറയും. ആചാരുടെ ഭാര്യ തിരിച്ചു പോകും. പക്ഷെ എന്തായാലും ആ കറങ്ങിത്തിരിഞ്ഞ് അവസാനം ആ കല്യാണം നടക്കും. അത് നടക്കണമെന്ന് പടച്ചോന്റെ തീരുമാനമല്ലേ, അള്ളാഹുവിന്റെ തീരുമാനമാണ് നടക്കുക എന്നുള്ളത്. ആ കല്യാണം നടക്കും. 6 മാസം കഴിയുമ്പോ അടിച്ചു പിരിയും, തൊലാക്കാവും അല്ലേ. തൊലാക്കായി കഴിയുമ്പോ ആജിയാരുടെ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആരെയായിരിക്കും? അന്ന് ഈ കല്യാണം നടത്തണ്ട എന്ന് പറഞ്ഞ ഉസ്താദ്. നേരെ ഉസ്താദിന്റെ അടുത്ത് വരും. ഇയാള് കാത്തിരിക്കുക. അപ്പോ ഇയാള് പറയും, ഞാൻ അന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ കുടുംബത്തിൽ ആരോ സിഹർ ചെയ്തിട്ടുണ്ട്, അത് എനിക്കറിയാം, ശാള പറയില്ല. എല്ലാ മന്ത്രവാദികളുടെ ഒരു ട്രിക്കാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ ആളെ പറഞ്ഞു തരൂല. കുടുംബ പ്രശ്നങ്ങളുടെയൊക്കെ കാരണവും കാര്യവും ഇത് തന്നെയാ. അപ്പോഴത്തേക്ക് ഈ പെണ്ണുമ്പിള്ള ഇങ്ങനെ ചിന്തിക്കും, നാത്തൂനാണോ, അളിയനാണോ, ചേട്ടനാണോ, പിന്നെ അവരോടൊക്കെ അസൂയം പ്രശ്നമാവും. ഇതെങ്ങനെയായി പറയുന്നത്? ശൈത്താന്മാർ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് വന്ന് പറഞ്ഞു കൊടുക്കുന്നു, പൈശാചിക സേവയാ. ഇതല്ലാതെ ഇതിൽ ഒരു കാര്യവുമില്ല, അല്ലാതെ അതിലൊരു മഹത്വവും ഇല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളുടെ, ഇങ്ങനെയുള്ള ആളുകളുടെ, ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ആരെങ്കിലും പോയാൽ, അവര് പറയുന്നത് കേട്ടാൽ, അവര് പറയുന്നത് അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നഷ്ടപ്പെട്ടു പോയി നരകത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോ ഒന്നാമതായി നമുക്ക് വേണ്ടത് കർമ്മവിശുദ്ധി, രണ്ടാമതായി നമുക്ക് വേണ്ടുന്നത് ആത്മീയ വിശുദ്ധി, മൂന്നാമതായി നമുക്ക് വേണ്ടത് ബന്ധങ്ങളിലെ വിശുദ്ധി. എന്ത് ആ ബക്കറ്റ് പ്രസംഗം തീർന്നില്ല. ആ ബക്കറ്റ് ആ സഹോദരൻ എടുത്തത് കൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. നമുക്കറിയാം ഈ നടക്കുന്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താന്ന് എന്നെക്കാളേറെ 10-14 കൊല്ലമായി നിങ്ങളാണിത് കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ബക്കറ്റ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ കാര്യമായ നിലയിൽ നമ്മുടെ കയ്യിലുള്ളതിൽ നല്ല നല്ല സംഭാവനകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ ബക്കറ്റിലേക്ക് ഇടണം. ഒരു ബക്കറ്റ് ഒരു മജ്‌ലിസിലെ ഒരു ബറക്കത്താണ്.
ഒരു മജ്ലിസിലെ ഒരു ബറക്കത്താണത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ കയ്യിലുള്ള നല്ല സംഭാവനകൾ സഹോദരങ്ങളും സഹോദരിമാരുമൊക്കെ ആ സംഭാവനകൾ അതിലേക്ക് നിക്ഷേപിക്കുക. അള്ളാഹു നമ്മുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ പടച്ച തമ്പുരാൻ പരിഹരിച്ചു തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ വിശുദ്ധി ഇതുകൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. മൂന്നാമത്, നമ്മുടെ ബന്ധങ്ങളിൽ വിശുദ്ധി ഉണ്ടാകണം. നമ്മൾ ചുമ്മാ ഇങ്ങനെ നിസ്കരിച്ചു, നോമ്പ് പിടിച്ചും, ഹജ്ജ് ചെയ്തും, ഉംറ ചെയ്തും, വലിയ ആളാണ്, വലിയ ദീനിന്റെ സംഭവമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബ ബന്ധങ്ങൾ അത് നല്ലോണമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, സഹോദരി സഹോദരന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഭർത്താവിന്റെ ബന്ധുക്കളോട്, ഭാര്യയുടെ ബന്ധുക്കളോട്, നമ്മുടെ രക്തബന്ധുക്കളാകട്ടെ, നമ്മുടെ കുടുംബ ബന്ധുക്കളാകട്ടെ, ഇവരോടൊക്കെ ഉള്ള ബന്ധം നന്നാകണം. അതല്ലാതെ ഞാനങ്ങ് വലിയ അല്ലാമാണ്, ഞാൻ 2 ഹജ്ജ് ചെയ്തു, ഞാൻ 30 ഉംറ ചെയ്തു, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ബന്ധങ്ങൾ നന്നല്ലയോ? കുടുംബക്കാരോടുള്ള ബന്ധങ്ങൾ ചേർക്കുന്നില്ലയോ? ഒരു കാര്യവും പടച്ച തമ്പുരാന്റെ മുന്നിലില്ല. കുറെ ആളുകളുണ്ട്, വലിയ നിസ്കാരക്കാരായിരിക്കും, തഹജ്ജുദിന് പള്ളിയിലെത്തും, ബാങ്ക് വിളിക്കാൻ മുഅദ്ദിനെ വന്ന് വിളിച്ചുണർത്തുന്ന ആള് വരാ എത്രയോ വർഷമായി. തഹജ്ജുദ് നിസ്കാരം ഉൾപ്പെടെയുണ്ട്, ദുഹാ നിസ്കാരമുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങൾ ഒക്കെയുണ്ട്. ഓരോ മാസവും ഓരോ ഖത്തം, വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുന്നവരാ. ഓരോ മാസവും ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലുന്നവരാ. എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വലിയ മഹത്വം പറയുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ എന്താ, കുടുംബക്കാരോട് നല്ല ബന്ധമില്ല. സ്വന്തം ഉമ്മയോട് വാപ്പയോട് പിണങ്ങിക്കഴിയുന്നവനായിരിക്കും, വലിയ നിസ്കാരക്കാരനാ, പക്ഷേ കുടുംബത്തോട് നല്ല ബന്ധം ചേർത്തിട്ടില്ല. ഭാര്യയുടെ ബന്ധുക്കളോട് പിണങ്ങിക്കഴിയുന്നു, സഹോദരിമാർ ഭർത്താവിന്റെ ബന്ധുക്കളോട് പിണങ്ങിക്കഴിയുന്നു, സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങിക്കഴിയുന്നവരുണ്ട്. വസ്തു വീതം വെച്ചപ്പോ തർക്കമായി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ തർക്കമായി. കുടുംബക്കാരോട് പിണക്കം, കൊച്ചുമായോട്, കൊച്ചാപ്പയോട്, അവരുടെ മക്കളോട്, മാമായോടും മാമിയോടും പിണക്കം. ഇതൊക്കെ വലിയ അഭിമാനത്തോടെ പറഞ്ഞു നടക്കുകയും ചെയ്യും. അതാണ് അതിലും വലിയ രസം. വലിയ അഭിമാനത്തോടെ 15 വർഷമായി ഞാൻ അവന്റെ വീട്ടിൽ കയറിയിട്ട്, അറിയോ, എന്തോ വലിയ സ്വർഗത്തിൽ പോകുന്ന കാര്യം ചെയ്ത പോലെയാ, ഭയങ്കര അഭിമാനത്തോടെ. എന്നിട്ട് പറയും, മരിച്ച എന്റെ മയ്യത്തോലും കാണിക്കല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഓ, പടച്ചോരങ്ങ് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു എന്നാ ധാരണ. എന്തോ വലിയ നന്മ ചെയ്തതുപോലെ വീരവാദം മുഴക്കുക. ഒരു കാര്യം മനസ്സിലാക്കിക്കോളിൻ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഏതൊരു അള്ളാഹുവിന്റെ പേര് പറഞ്ഞാണോ ചോദിക്കുന്നത്, അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുവിൻ. കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. നിസ്സാര വിഷയത്തിന്റെ പേരിൽ പിണങ്ങിക്കഴിയുക. അവൻ അവിടെ വെച്ച് നോക്കിയിട്ട് എന്നെ കണ്ടിട്ട് ചിരിച്ചില്ല, എന്നോടൊരക്ഷരം പോലും മിണ്ടിയില്ല, കല്യാണത്തിന് എന്നെ ആദ്യം വിളിച്ചില്ല, അല്ലെങ്കിൽ എന്നെ വിളിച്ചപ്പോ താമസിച്ചു പോയി. എന്തൊക്കെ കാരണങ്ങളാ പിണങ്ങാൻ, അല്ലേ? എനിക്ക് കിട്ടിയ ഇറച്ചി കഷണത്തിന് വലിപ്പം കുറഞ്ഞു പോയി, എനിക്ക് പപ്പടം കിട്ടിയില്ല. നിസാര വിഷയങ്ങൾക്കൊക്കെ, കല്യാണത്തിന് സാരി എടുക്കാൻ പോയപ്പോ എന്നെ വിളിച്ചില്ല, പെണ്ണുങ്ങളൊക്കെ പിണങ്ങുന്ന അതിനായിരിക്കും. സ്വർണം എടുക്കാൻ പോയപ്പോ എന്നെ വിളിച്ചില്ല, വളയിടിയിലിന് പോയപ്പോ എന്നെ വിളിച്ചില്ല, എങ്കിൽ പിന്നെ പിണക്കം ഒറ്റ ഓടിക്കൽ, ഇനി ഒരു ബന്ധവുമില്ല. ഇനി മരിച്ചാ പോലും ഞാൻ അങ്ങോട്ടും പോവില്ല, ഞാൻ മരിച്ചാ ഇങ്ങോട്ടും കാണാൻ വരാൻ പാടില്ല. എന്തിനാ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് ഈ കുടുംബ ബന്ധങ്ങൾ മുറിച്ചിട്ട് എന്ത് നന്മ കിട്ടുമെന്നാ നമ്മൾ കരുതുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ നന്മകളുടെ അളവെടുപ്പുകൾ നടക്കുമ്പോ നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെടുകയാ. എന്തിനാ സഹോദരങ്ങളെ, സഹോദരിമാരെ കുടുംബ ബന്ധം മുറിക്കുന്നത്? നിങ്ങൾക്കറിയുവോ, ഒരു മഹത്തായ ഇൽമിന്റെ മജ്ലിസിലാ നമ്മൾ ഇരിക്കുന്നത്. വിശുദ്ധ ഖുർആനും ഹദീസും ചർച്ച ചെയ്യുന്ന മജ്ലിസാ, അള്ളാഹുവിനെ പറ്റി ചർച്ച ചെയ്യുന്ന മജ്ലിസാ. ഇങ്ങനെയുള്ള ഒരു മജ്ലിസിന്റെ ബറക്കത്ത് എന്തെന്നറിയുമോ? ഈ മജ്ലിസിൽ നിന്ന് അള്ളാഹുവിന്റെ അർശ് വരെയും മലക്കുകളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുകയാ.
അല്ലാഹു ചോദിക്കും, മലക്കുകളെ നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? ആ മലക്കുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് മറുപടി പറയുന്നതാ, അല്ലാഹുവേ ഭൂമിലോകത്തെ പടച്ചവനെ, ഏഷ്യ വൻകരയിൽ, ഇന്ത്യ മഹാരാജ്യത്തില്, കേരള സംസ്ഥാനത്തില്, കൊല്ലം ജില്ലയില്, കരുനാഗപ്പള്ളിക്കടുത്ത്, പാപ്പാങ്കുളങ്ങര മുസ്ലിം ജമാഅത്തിന്റെ തൊട്ടടുത്ത് അല്ലാഹുവേ ഒരു ഇൽമിന്റെ മജ്ലിസ് നടക്കുന്നു. അല്ലാ, അവിടെ നിന്നാണ് ഞങ്ങൾ കടന്നു വരുന്നത് നാഥാ. അല്ലാഹു ചോദിക്കും, മലക്കുകളെ, ആ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ആവശ്യം എന്താ മലക്കുകള്? ആ മലക്കുകള് പറയും, നാഥാ, അവർക്ക് സ്വർഗമാണ് ആവശ്യമല്ല. അവരിന്ന് വരെ സ്വർഗം കണ്ടിട്ടുണ്ടോ മലക്കുകള്? ഇല്ല റബ്ബേ, അവരിന്ന് വരെ സ്വർഗം കണ്ടിട്ടില്ല. വീണ്ടും അല്ലാഹു ചോദിക്കും, മലക്കുകളെ, അവരെന്തിൽ നിന്നാ എന്നോട് കാവൽ ചോദിക്കുന്നത്? മലക്കുകൾ പറയും, റബ്ബേ, അവര് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അല്ലാ, അവരിന്ന് വരെ നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല പടച്ചവനെ, അവര് നരകം കണ്ടിട്ടില്ല. അല്ലാ, അവരെങ്ങാനും നരകം കണ്ടിരുന്നു എങ്കിൽ ജീവിതകാലം മുഴുവനും കരച്ചിലായി കഴിഞ്ഞുകൂടുമായിരുന്നു. അല്ലാ പറയും, മലക്കുകള്, എങ്കിലും നിങ്ങൾ സാക്ഷിയാട്. ആ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാ. ഏതൊരു സ്വർഗമാണോ അവർ ആവശ്യപ്പെടുന്നത്, ആ സ്വർഗം ഞാൻ അവർക്ക് കൊടുക്കുകയാ. ഏതൊരു നരകത്തിൽ നിന്നാണോ മോചനം തേടുന്നത്, ആ നരകമോചനവും ഞാൻ അവർക്ക് കൊടുക്കുന്നതാ. ഒരു ഇൽമിന്റെ മജ്ലിസിൽ വന്നിരിക്കുന്നവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്ന മഹത്തമാ. അങ്ങനെ ഒരു മജ്ലിസിലല്ലേ നമ്മൾ ഇരിക്കുന്നത്? എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരോടൊരു കാര്യം പറയട്ടെ. ഇത്രയും മഹത്വമുള്ള പരിശുദ്ധമായ പരിപാവനമായ ഒരു മജ്ലിസിൽ നിങ്ങൾ ഇരിക്കുമ്പോ ഒന്നോർക്കടേ, ഈ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, ഇവിടെ കൂടിയിരിക്കുന്നതായ സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, കുടുംബക്കാരോട് പിണങ്ങിക്കഴിയുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, ഈ മജ്ലിസിൽ അവരിയ്ക്കാൻ പാടില്ല. ഈ മജ്ലിസിൽ അവരൊരിക്കലും ഇരിക്കാൻ പാടില്ല. ഈ മജ്ലിസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവരുടെ വീടുകളിലേക്ക് പോകേണ്ടുന്നതാ. ഇത് വിനീതം വെറുതെ പറയുന്നതല്ല. കുടുംബ ബന്ധം മുറിച്ച ഒരാളെങ്കിലും ഈ മജ്ലിസിൽ ഇരുന്നാൽ ഈ മജ്ലിസിന്റെ എല്ലാ ബറക്കത്തും നഷ്ടമാകുന്നതാ. ഈ മജ്ലിസിന്റെ എല്ലാ റഹ്മത്തും നഷ്ടമാകുന്നതാ. കുടുംബ ബന്ധം മുറിച്ച, കുടുംബക്കാരോട് പിണങ്ങിയ ഒരാണോ ഒരു പെണ്ണോ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ മുഴുവൻ ഐശ്വര്യവും നഷ്ടമായിരിക്കുകയാ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരെന്നറിയുവോ? മഹാനായ ഒരു സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സദാസമയം നിഴല് പോലെ കഴിഞ്ഞുകൂടിയ സഹാബിയ. വീട്ടിലേക്ക് പോകാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, എപ്പോഴും റസൂലുള്ളാഹിന്റെ നിഴല് പോലെ കഴിഞ്ഞുകൂടുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചെഞ്ചുണ്ടകളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹദീസ് കിട്ടിയാൽ ഉടൻ തന്നെ അത് മനഃപ്പാഠമാക്കുന്ന സഹാബിയ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്തത് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാ വെള്ളിയാഴ്ച രാവിലും മഹാനുഭാവൻ പ്രത്യേകമായ ഹദീസിന്റെ മജ്ലിസ് സംഘടിപ്പിക്കുന്നതാ. എല്ലാ വെള്ളിയാഴ്ച രാവിലും പള്ളിയിൽ അദ്ദേഹം മജ്ലിസ്, ഹദീസിന്റെ മജ്ലിസ് സംഘടിപ്പിക്കും. അങ്ങനെ ഒരു വെള്ളിയാഴ്ച രാവിലെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ മജ്ലിസ് നടക്കാൻ പോവുകയാ. പോരിശയുള്ള ഒരുപാട് മഹത്വങ്ങൾ പെയ്തിറങ്ങുന്ന വെള്ളിയാഴ്ച രാവിന്റെ ദിവസത്തില് മഗ്രിബ് കഴിഞ്ഞുള്ള സമയത്തില് നൂറുകണക്കിന് സഹാബാക്കള് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിന്റെ മജ്ലിസില്, ഹദീസിന്റെ മജ്ലിസില് പങ്കെടുക്കാൻ ഒന്നു ചേർന്നിരിക്കുകയാ. എല്ലാവരും വന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കുമ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മജ്ലിസിലേക്ക് കടന്നു വരുന്നു. ആ മജ്ലിസിലേക്ക് കടന്നു വന്നിട്ട് ഉടൻ തന്നെ മഹാനുഭാവൻ ആ മജ്ലിസിലേക്ക് നോക്കിയിട്ട് പറയുന്നു, ഉഹർജു അലാ കുല്ലി ഖാതിഇ റഹിം ലമ്മാ ഖാമ മിൻ ഇൻദിനാ.
എന്റെ ഈ മജ്‌ലിസില് കുടുംബ ബന്ധം മുറിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടൻ തന്നെ ഇവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തു പോയിക്കൊള്ളുക. ഈ മജ്‌ലിസ് അവർക്ക് ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മജ്‌ലിസിൽ അവർക്ക് ഉപരോധമേർക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തു പോവുക. ഒരാളും ഒരക്ഷരവും മിണ്ടുന്നില്ല. എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. രണ്ടാമത് വീണ്ടും മഹാനുഭാവൻ പറഞ്ഞു, ഹർജു അലാ കുല്ലി ഖാത്തിഇ റഹിം ലമ്മാ ഖാമ മിൻ ഇൻദിനാ. കുടുംബ ബന്ധം മുറിച്ചവരെ ഇവിടെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിക്കൊള്ളുക. അപ്പോഴും ഒരാളും ഒരക്ഷരവും മിണ്ടുന്നില്ല. അല്പം കൂടി കഴിഞ്ഞ് മൂന്നാമത് വീണ്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹർജു അലാ കുല്ലി ഖാത്തിഇ റഹിം ലമ്മാ ഖാമ മിൻ ഇൻദിനാ. നമ്മുടെ അടുക്കൽ നിന്നും കുടുംബ ബന്ധം മുറിച്ചവർ ഇറങ്ങിപ്പോയിക്കൊള്ളുക. ഈ മജ്‌ലിസ് അവർക്ക് ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുകയാ. പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ മജ്‌ലിസിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. കാരണം എന്താ? വർഷങ്ങളോളമായി സ്വന്തം പിതാവിന്റെ സഹോദരിയുമായി പിണക്കത്തിലാണ്. സ്വന്തം മാമിയുമായി, സ്വന്തം പിതാവിന്റെ സഹോദരിയുമായി പിണക്കത്തിൽ കഴിയുന്ന ചെറുപ്പക്കാരനാ. വേദനയോടുകൂടി മജ്‌ലിസിൽ നിന്ന് ഇറങ്ങിപ്പോയി. വല്ലാത്ത വിഷമം തോന്നി. നേരെ തന്റെ പിതാവിന്റെ സഹോദരിയുടെ അടുക്കലേക്ക് ചെന്നു. പ്രിയപ്പെട്ട മാതാവിനെ കെട്ടിപ്പിടിച്ച് കയ്യിൽ പിടിച്ചു പൊരുത്തം ചോദിച്ചു. അവരുടെ എല്ലാ പിണക്കങ്ങളും അവസാനിപ്പിച്ചു. ആ മാതാവ് ചോദിച്ചു, പൊന്നുമോനെ, എന്റെ സഹോദരപുത്ര, എത്ര വർഷമായടാ എന്നോട് പിണങ്ങിക്കഴിയാൻ തുടങ്ങിയിട്ട്? എത്ര നാളുകളായി നീ എന്നോട് പിണങ്ങിക്കഴിയുന്നവനാ? എവിടെ വെച്ച് കണ്ടിട്ടും ഒന്ന് സലാം പറയില്ല, ഒരക്ഷരം പോലും മുരിയാടില്ല. എന്നെ കണ്ടിട്ടും മുഖം തിരിച്ചുകൊണ്ട് നടന്നു നീങ്ങിയവനല്ലേ? ഇപ്പൊ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വന്നതെന്തിനാ? എന്നോട് പൊരുത്തം ചോദിച്ച് പിണക്കമൊക്കെ തീർത്തിട്ട് കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വെച്ചതെന്തിനാ? ഉടൻ തന്നെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ, എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരി, എന്റെ പ്രിയപ്പെട്ട മാമി, ഞാൻ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മജ്‌ലിസിലേക്ക് വന്നാദ്യം പറഞ്ഞത് കുടുംബ ബന്ധം മുറിച്ചവർ ഇറങ്ങിപ്പോകാനാ. അതുകൊണ്ടാ ഞാൻ വിഷമത്തോടുകൂടി ഇറങ്ങി വന്നത്. ആ മാതാവ് ചോദിച്ചു, പൊന്നുമോനെ, എന്തുകൊണ്ടാ കുടുംബ ബന്ധം മുറിച്ചവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? നിസ്കരിക്കാത്തവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല, കള്ളു കുടിക്കുന്നവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല, വ്യഭിചരിച്ചവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല, പലിശ തിന്നുന്നവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല, സകാത്ത് കൊടുക്കാത്തവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല, മറ്റൊരു കാര്യത്തെ പറ്റിയിട്ടും പറഞ്ഞില്ല. കുടുംബ ബന്ധം മുറിച്ചവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിന്റെ കാര്യമെന്താ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കറിയില്ല. ആ ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, എങ്കിൽ നീ ചെല്ലുക അബൂ ഹുറൈറയുടെ അടുക്കലേക്ക്, അദ്ദേഹത്തോട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ ചോദിക്കുക. ആ ചെറുപ്പക്കാരൻ മടങ്ങി വരികയാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. എന്നിട്ട് വിഷമത്തോട് വന്നിട്ട് ചോദിക്കുന്ന, അബൂ ഹുറൈറ തങ്ങളെ, നിസ്കാരം ഒഴിവാക്കിയവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലല്ലോ, കള്ളുകുടിയന്മാരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലല്ലോ, വ്യഭിചരിക്കുന്നവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലല്ലോ, പലിശ തിന്നുന്നവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലല്ലോ, കുടുംബ ബന്ധം മുറിച്ചവരോട് മാത്രം ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിന്റെ കാരണമെന്താ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഒരു ഹദീസുണ്ട്, എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ അകത്തളങ്ങളിൽ കുറിച്ചിട്ട് കൊള്ളുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, ഇന്ന അഅമാല ബനി ആദമ തുറലു അലല്ലാഹി തബാറക വതആല അശിയത കുല്ല ഖമീസിൻ ലൈലത്തൽ ജുമുഅ ഫലാ യുഖബലു അമലു ഖാത്തിഇ റഹീം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന അഅമാല ബനി ആദമ, എല്ലാ മനുഷ്യരും ചെയ്യുന്ന നന്മകളായ അമലുകളുണ്ടല്ലോ, തുറലു അലല്ലാഹി തബാറക വതആല, ഈ അമലുകളെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഓരോ ആഴ്ചയും പ്രത്യേകം പ്രദർശിപ്പിക്കപ്പെടുന്നതാ. ഏത് ദിവസത്തിലെന്നറിയുമോ? അശിയത കുല്ല ഖമീസിൻ ലൈലത്തൽ ജുമുഅ,
എല്ലാ വെള്ളിയാഴ്ച രാവിലും അഥവാ വ്യാഴാഴ്ച മഗ്രിബ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവ് തുടങ്ങുകയാ. അശിയത്ത കുല്ല ഖമീസിൻ ലൈലത്തുൽ ജുമുഅ. എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും മനുഷ്യർ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. എല്ലാവരുടെ അമലുകളെയും അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. പക്ഷേ ഫലാ യുഖ്ബലു അമലു ഖാതിഇറഹിം, കുടുംബ ബന്ധം മുറിച്ചവരുടെ അമലുകളെ അല്ലാഹു സ്വീകരിക്കൂല. കുടുംബക്കാരോട് പിണങ്ങി കഴിയുന്നവരുടെ അമലുകളെ അല്ലാഹു തആല സ്വീകരിക്കൂല. നിസാരമായ ബന്ധത്തിന് വർഷങ്ങളോളം പിണങ്ങി കഴിയുന്നവരെ, സ്വന്തം ഉമ്മയോട് മിണ്ടിയിട്ട് വർഷങ്ങളായി, വാപ്പയോട് മിണ്ടിയിട്ട് വർഷങ്ങളായി, മരുമക്കളോട് പിണങ്ങിക്കഴിയുന്നവരുണ്ട്, ഭർത്താവിന്റെ മാതാപിതാക്കളോട് പിണക്കത്തിലാണ്, ഭാര്യയുടെ മാതാപിതാക്കളോട് പിണക്കത്തിലാണ്, അളിയനോടും നാത്തുവിനോടും പിണക്കത്തിലാണ്, സ്വന്തം രക്തബന്ധുക്കളോട് പിണക്കത്തിലാണ്. ദുനിയാവിലെ നിസാരമായ വസ്തുവകകൾക്ക് വേണ്ടി നിങ്ങൾ പിണക്കത്തിലാവുകയാണോ? രാഷ്ട്രീയത്തിന്റെ പേരിൽ പിണക്കത്തിലാവുകയാണോ? മഹല്ല തെരഞ്ഞെടുപ്പിന്റെ പേരിൽ പിണക്കത്തിലാവുകയാണോ? സംഘടനയുടെയും ആദർശത്തിന്റെയും പേരിൽ പിണക്കത്തിലാവുകയാണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അങ്ങനെ പിണങ്ങിക്കഴിയുന്നവരുടെ അമലുകൾ ഫലാ യുഖ്ബലു അമലു ഖാതിഇറഹിം, കുടുംബക്കാരോട് പിണങ്ങിക്കഴിയുന്നവരുടെ അമലുകളെ അല്ലാഹു സ്വീകരിക്കൂല. അവരുടെ അമലുകളെ അല്ലാഹുവിന്റെ ആവശ്യമില്ല. എത്ര തഹജ്ജുദ് നീ നിസ്കരിച്ചെന്ന് പറഞ്ഞാലും, എത്ര ജമാഅത്ത് നീ നിസ്കരിച്ചെന്ന് പറഞ്ഞാലും, എത്ര സ്വലാത്ത്, എത്ര ദിക്റുകൾ, എത്ര ഖത്മുകൾ തീർത്തെന്ന് പറഞ്ഞാലും, എത്ര കോടി നന്മകൾ കരസ്ഥമാക്കിയെന്ന് പറഞ്ഞാലും, കുടുംബക്കാരോട് പിണക്കത്തിലാണോ? ഫലാ യുഖ്ബലു അമലു ഖാതിഇറഹിം, ആ കുടുംബ ബന്ധം മുറിച്ചവരുടെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. ഈ ഒരു മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാ. പക്ഷേ കുടുംബ ബന്ധം മുറിച്ചവരെ ആരെങ്കിലും ഈ മജ്ലിസിലുണ്ടെങ്കിൽ ഈ ദുആ പോലും സ്വീകരിക്കപ്പെടൂല. റസൂലുള്ളാഹിന്റെ സഹാബാക്കളെ ഇൽമിന്റെ മജ്ലിസ് നടത്തിയിട്ട് അവസാനം ദുആ ചെയ്യാൻ പോകുമ്പോ അവര് മജ്ലിസിലോട് പറയുന്ന കാര്യം എന്താ? ഇറങ്ങിപ്പോയിക്കൊള്ളുക, ഈ മജ്ലിസിൽ നിന്നും ഇറങ്ങിപ്പോവുക, ഞങ്ങൾ ദുആ ചെയ്യാൻ പോവുകയാ. കുടുംബ ബന്ധം മുറിച്ചവരാരെങ്കിലും മജ്ലിസിലിരുന്നാൽ ഈ ദുആ അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് ഇറങ്ങിപ്പോയിക്കൊള്ളുക, ഇറങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബക്കാരോട് പിണങ്ങിയവരെ അവരുടെ മജ്ലിസിൽ നിന്ന് പുറത്താക്കുന്നതാ. റസൂലുള്ള പറഞ്ഞില്ലേ, ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹി ഖാതിഇറഹിം, കുടുംബ ബന്ധം മുറിച്ച ഒരു വ്യക്തി ഒരാൾക്കൂട്ടത്തിനിടയിൽ വന്നിരുന്നാൽ ആ കൂട്ടത്തിലേക്ക്, ആ സമൂഹത്തിലേക്ക്, ആ സമുദായത്തിലേക്ക് അല്ലാഹുവിന്റെ കരുണ ഇറങ്ങൂല. അതുകൊണ്ട് കുടുംബ ബന്ധം മുറിച്ചവരെ, നിങ്ങളുടെ അമലുകള്, നിങ്ങളുടെ സൗഹൃദങ്ങള്, നിങ്ങളുടെ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങള് ഒന്നും പടച്ചവൻ സ്വീകരിക്കൂല. ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, കുടുംബ ബന്ധം മുറിച്ചവർ, കുടുംബക്കാരോട് പിണങ്ങിക്കഴിയുന്നവർ, അങ്ങനെയുള്ളവരുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കില്ല എന്ന് ഷഫീഉനാ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ നന്മകൾ, നമ്മുടെ അമലുകൾ നശിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ, അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ വിശുദ്ധി ഉണ്ടാകണം. 3 വിശുദ്ധിയാണ് നമ്മൾ പറഞ്ഞത്. 1 കർമ്മവിശുദ്ധി ഉണ്ടാകണം, 2 ആത്മീയ വിശുദ്ധി ഉണ്ടാകണം, 3 കുടുംബ വിശുദ്ധി ഉണ്ടാകണം. അല്ലാഹു തആല എല്ലാ വിശുദ്ധിയും ഒന്നു ചേരുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം, ദുആയിലേക്ക് കടക്കാം. വളരെ റാഹത്തായ ഒരു മജ്ലിസ്, വളരെ റാഹത്തായ ഒരു മജ്ലിസ്. വരാത്ത ആളുകൾ നമുക്ക് ചർച്ചയില്ല, വരാത്തവര് നമുക്ക് ചർച്ചയില്ല. ഞാൻ നോക്കിയിട്ട് ഈ മജ്ലിസിൽ വന്നതിൽ
ആരും എഴുന്നേറ്റ് പോട്ടെ. 2-3 പേരൊക്കെ എഴുന്നേറ്റ് പോയി അതുപോലെ തിരിച്ചു വന്നു. കുട്ടികൾ വരെ പോയിട്ട് തിരിച്ചു വന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഈ സദസ്സിനെ അനുഗ്രഹിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം വരാത്തവരെ ഒന്നും നമ്മൾ നോക്കൂല, വന്നവര് റാഹത്താണോ. ഞാൻ ഈ മജ്ലിസിലേക്ക് നോക്കുമ്പോൾ ഇത്രയും ആളുകളാണെങ്കിൽ ഇനി ഞാനൊരു 2 മണിക്കൂർ പ്രസംഗിക്കാതിരിക്കാൻ തയ്യാറാകുന്ന ഒരു സമൂഹം എന്റെ മുമ്പിൽ ഇരിക്കുന്നത് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയും 2 ദിവസം നമ്മുടെ മജ്ലിസൊക്കെ, മറ്റന്നാ പിന്നെ ദുആ അതൊക്കെ നമുക്കുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് സജീവമായതിൽ പങ്കെടുക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഞാനൊന്ന് പറയട്ടെ, നുസ്രത്തുൽ മസാക്കീന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം ആഗസ്റ്റ് 15 ഇന്ന് ആഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. നമ്മളൊന്നറിയണം, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് ഏതെങ്കിലും ഒരു വിഭാഗം ഒറ്റയ്ക്ക് ഇവിടെ പോരാട്ടം നടത്തിയിട്ടല്ല. മുസ്ലിങ്ങൾ ഒറ്റയ്ക്ക് പോരാടിയിട്ടാണോ സ്വാതന്ത്ര്യം കിട്ടിയത്? ഹിന്ദുക്കൾ ഒറ്റയ്ക്ക് പോരാടിയിട്ടാണോ? അല്ല. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒക്കെ ഒന്നിച്ചൊന്നായി പോരാട്ടം നടത്തിയിട്ടാണ് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. അഭിമാനത്തോടുകൂടി പറയട്ടെ, ഞാൻ പലപ്പോഴും പുറത്ത് മറ്റ് കടകളിലൊക്കെ പോകുമ്പോഴും ഇവിടുത്തെ കാര്യം വളരെ ചർച്ച. പ്രത്യേകിച്ചും ഈ വർഷം ഒരു പെൺകുട്ടിയുടെ കല്യാണം, അൽഹംദുലില്ലാഹ്, അതും ഒരു ഹിന്ദു കുടുംബത്തിലെ പെൺകുട്ടി. ഞാൻ സ്വാതന്ത്ര്യ സമരത്തെ ചേർത്തു പറയാനുള്ള കാരണം ഇന്ത്യയുടെ പാരമ്പര്യം അതാണ്. ഹിന്ദുവും മുസ്ലിം മൈത്രിയാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം. ഇത് തകർക്കാനൊക്കെ പലരും ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വർഗീയത കുത്തി നിറയ്ക്കാൻ, മതം നോക്കി കുറ്റവും നീതിയും ഒക്കെ നടപ്പിലാക്കാൻ പലരും ശ്രമിക്കുമ്പോഴും നുസ്രത്തുൽ മസാക്കീൻ കാണിച്ച് ഈ മാതൃക രാജ്യം മുഴുവൻ ചർച്ചയാക്കപ്പെടണം. കാരണം പരിപൂർണ ശ്രീരാമഭക്തനായിരുന്ന ബഹുമാന്യനായ ഗാന്ധിയും സദാസമയം വിശുദ്ധ ഖുർആൻ പോക്കറ്റിൽ സൂക്ഷിച്ച് ഇന്ത്യ രാജ്യത്ത് ഖുർആനെ തർജ്ജമ എഴുതുകയും ചെയ്ത മഹാനായ മൗലാന അബുൽ കലാം ആസാദും ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടിയിട്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ രാജ്യത്തിന്റെ പാരമ്പര്യം അതായിരുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ചൂടുപിടിപ്പിച്ച ഒരു പണ്ഡിതനുണ്ട്, മഹാനായ ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹിമഹുല്ലാഹ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോ പ്രസംഗം കേൾക്കാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഒന്നുചേരും. ഒരു കയ്യിൽ ഖുർആനും അടുത്ത കയ്യിൽ ഗീതയും ഉണ്ടാകും. ഖുർആൻ ഓതി മുസ്ലിമീങ്ങളോട് ആഹ്വാനം നടത്തും, ഗീത വായിച്ചിട്ട് ഹൈന്ദവരോട് ആഹ്വാനം നടത്തും. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് അങ്ങനെയാ. നമ്മൾ കേട്ടിട്ടില്ലേ കുഞ്ഞാലി മരക്കാർമാരെ പറ്റി? കുഞ്ഞാലി മരക്കാർ കുടുംബം മുസ്ലിമുകളാ. താടി വളർത്തി ഇസ്ലാമികമായ വേഷവിധാനം ധരിച്ച് തലപ്പാവ് ധരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമുകളാ. പക്ഷേ ആർക്ക് വേണ്ടിയാ പോരാടുന്നത്? ഹൈന്ദവരായ സാമൂതിരിമാർക്ക് വേണ്ടിയിട്ടാ പോരാടുന്നത്. നിങ്ങൾക്കറിയോ, മുസ്ലിമായ കുഞ്ഞാലി മരക്കാർ നേതൃത്വം കൊടുക്കുന്ന മുസൽമാന്റെ പട്ടാളത്തിൽ ഹിന്ദുക്കളായ നായർ പോരാളികളായിരുന്നു അണിനിരുന്നത്. ഈ ഹൈന്ദവ മുസ്ലിം മൈത്രിയുടെ ചരിത്രമാണ് ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിനൊരു ചരിത്രം എന്റെ ജുമഅയിൽ പോലും ഞാൻ പലയാവർത്തി പറഞ്ഞ ഒരു ചരിത്രമാണത്. വെറും 24 വയസ്സുകാരനായ വക്കം അബ്ദുൽ ഖാദറിനെ വെള്ളക്കാര് പിടികൂടി. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ ഒരുങ്ങുമ്പോഴും അദ്ദേഹം പറഞ്ഞത്, എന്നെ തൂക്കിക്കൊല്ലാനൊരുങ്ങുമ്പോൾ അതേപോലെ തൂക്കുകയർന്ന് വിധിക്കപ്പെട്ട എന്റെ കൂട്ടുകാരനായ ഹിന്ദുവായ അനന്തൻ നായരെയും എന്നോടൊപ്പം തൂക്കിക്കൊല്ലുക. അങ്ങനെയാണ് അവർ രണ്ടുപേരെയും തൂക്കുകയറിലേറ്റിയത്. ഹിന്ദു മുസ്ലിം മൈത്രിയാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഷഹീദ് അഷ്ഫഖുല്ലാ ഖാൻ എന്ന മുസൽമാനായ ഒരു കവി ഉണ്ടായിരുന്നു. ചന്ദ്രശേഖർ ആസാദിനോടൊപ്പം വെള്ളക്കാരന്റെ തീവണ്ടി കൊള്ളയടിച്ചതിന്റെ പേരിൽ പിടിക്കപ്പെട്ടു. ഷഹീദ് അഷ്ഫഖുല്ലാ ഖാനെ ഉത്തർപ്രദേശിലെ ഫൈസാബാദിന്റെ കോടതിയിൽ, ആ ജയിലിൽ ഒരു ദിവസം രാവിലെ സുപ്രഭാതത്തിൽ അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുമ്പോൾ അതേസമയം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പണ്ഡിറ്റ് രാം പ്രസാദിനെ, ഹൈന്ദവനെ, ഗോരഖ്പൂരിന്റെ ജയിലിൽ അതേസമയം തൂക്കിക്കൊന്നു. ഇന്ത്യയുടെ പാരമ്പര്യം അതാണ്. ഹിന്ദു മുസ്ലിം മൈത്രിയാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം. അൽഹംദുലില്ലാഹ്, നുസ്രത്തുൽ മസാക്കീൻ ഇതേ ദിവസം ഈ പാരമ്പര്യം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് മുസ്ലിം സഹോദരന്മാരിറങ്ങി പള്ളിയിലും മറ്റ് കേന്ദ്രങ്ങളിലും പോയി പിരിവെടുത്ത് കഷ്ടപ്പെട്ട് ഓടി നടന്ന് ഒരു ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടത്തി കൊടുക്കുക. അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്താണെന്നറിയോ? ഒരു മനുഷ്യന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒന്ന് ഇറങ്ങി നടക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുക. എന്തിനേക്കാളും എന്റെ മദീന പള്ളിയിൽ 1 മാസം മുറിയാതെ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇതാണ്.
മദീനത്ത് പള്ളിയിൽ പോവാൻ നമ്മൾ ആഗ്രഹിക്കുകയല്ലേ? ഒരു നന്മ ചെയ്ത 50,000 ഇരട്ടി പ്രതിഫലം. അപ്പൊ ഒരു മാസം മൊത്തം അവിടെ തന്നെ ഇരുന്ന് നന്മ ചെയ്താലുള്ള പ്രതിഫലം എന്താ? റസൂലുള്ള പറയാ, അതിനേക്കാളും എനിക്കിഷ്ടം ഒരു മനുഷ്യന്റെ ആവശ്യ പൂർത്തീകരണത്തിന് ഇറങ്ങി പുറപ്പെടുന്ന നുസ്രത്തുൽ മസാക്കിന്റെ പ്രവർത്തകരെ, ഇതിന്റെ അണിയറ ശില്പികളെ, ഇതിനു വേണ്ടി ഓടി നടക്കുന്നവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 14ാമത് വാർഷികം ഇൻഷാ അല്ലാഹ് നാളെയും മതപ്രഭാഷണം. ബഹുമാനനായ നവാസ് മന്നാനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, ഒരുപാട് തിരക്കുള്ള ആളാണ്. അൽഹംദുലില്ലാഹ് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് നാളെ അദ്ദേഹം വരും, പ്രഭാഷണം നടത്തും. ഇൻഷാ അല്ലാഹ് മറ്റന്നാളാണ് ആ വിവാഹം. ആ ക്ഷേത്രത്തിൽ വെച്ചല്ലേ? എവിടെയാണ്? പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ചുകൊണ്ട് വിവാഹം നടക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ദുആയും നടക്കും. ഇതൊക്കെ മാതൃകയാണ്. നിങ്ങൾ ഇതൊക്കെ ഈ രാജ്യം മുഴുവനും ഇൻഷാ അല്ലാഹ് പ്രചരിപ്പിക്കേണ്ട കാര്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന നവദമ്പതികളുടെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം ചെയ്യുമാറാകട്ടെ, ഇണക്കം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അവരെയും ഒക്കെ ഹിദായത്തിലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം 15ാം വർഷം ഒരു നാഴികക്കല്ലാണത്. 15 വർഷമൊക്കെ ഒരു പ്രസ്ഥാനം പ്രശ്നങ്ങളില്ലാതെ ഐക്യത്തോടെ നന്മകൾ ചെയ്തു കൊണ്ടുപോവാ, അത് തന്നെ ഒരു തൗഫീഖാ. 15ാമത്തെ വർഷം അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഇതിനേക്കാളും ഭംഗിയായ നിലയിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ കാര്യപരിപാടികൾ നടക്കണം. അള്ളാഹു നടത്തി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതിനു വേണ്ടിയിട്ട് ഇപ്പോ അല്ല, ഇനി ഒരു വർഷം കഴിഞ്ഞുള്ള ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു തുടക്കം എന്നുള്ള നിലയിൽ, സാധാരണ എപ്പോഴും പതിവ് അങ്ങനെ അല്ലേ, അടുത്ത വർഷത്തേക്ക് ഇപ്പോഴേ നമ്മൾ പറയും ചോദിക്കുകയൊക്കെ ചെയ്തൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഒരു 2-3 സഹോദരങ്ങൾ ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന എന്താണോ കഴിയുന്നത് അങ്ങനെ. ഭക്ഷണത്തിന്റെ ഏർപ്പാട് ഒരുപക്ഷെ മലക്കറി ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഇറച്ചി ഇൻഷാ അല്ലാഹ് ഞാൻ തരാം, അതല്ലെങ്കിൽ വിവാഹത്തിന്റെ ഡ്രസ്സ് ഞാൻ തരാം, അല്ലെങ്കിൽ സ്വർണത്തിന് വേണ്ടി ഇത്ര പണം ഞാൻ തരാം. എത്രയെങ്കിലും ഒരു വർഷം നമ്മുടെ മുന്നിൽ സമയമുണ്ട്, അപ്പോ ഇൻഷാ അല്ലാഹ് ഇപ്പോഴേ നിങ്ങളുടെ നിയത്തുകൾ എന്തെങ്കിലും ഒന്ന് വെളിപ്പെടുത്തി അൽഹംദുലില്ലാഹ് നമ്മൾ ഈ നിയത്ത് വെച്ചാൽ ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ആ കാര്യം നമ്മൾ കൊടുത്ത് അത് പൂർത്തിയാക്കുന്നത് വരെയും നമുക്കതിന്റെ നന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാ ഇസ്ലാം.